ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ഹഫിള സുന്നത്തി, ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ എന്റെ ഒരു സുന്നത്ത് നിലനിർത്തിയാൽ അക്രമഹുല്ലാഹു ബി അർബഇ ഖിസാൽ, 4 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു അവനെ ബഹുമാനിക്കുമെന്ന്, അവളെ ബഹുമാനിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്തി ശപിക്കപ്പെട്ട കാലഘട്ടത്തിൽ ആരെങ്കിലും നിലനിർത്തിയാൽ 4 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹുവിനെ ദുനിയാവിൽ തന്നെ ബഹുമാനിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലയോ? ആ സുന്നത്തുള്ളവനല്ലയോ നാളെ മഹ്ശറയുടെ ശഫാഅത്ത് കിട്ടുക? അവനല്ലയോ വസീലയുടെ നായകനെ കിട്ടുക? അവനല്ലയോ അല്ലാഹുവിന്റെ റസൂലിനെ കിട്ടുക? പൊന്നുപോലെ മമ്മൂട്ടിക്ക് വേണ്ടി, മോഹൻലാലിന് വേണ്ടി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാ, അവർക്ക് വേണ്ടി നീ എത്ര സ്നേഹിച്ചാലും, അവരുടെ നാമം നീ 1000 വട്ടം പറഞ്ഞാലും, അവരുടെ സിനിമ കാണാൻ നീ ആദ്യം തിയേറ്ററിൽ കയറിയാലും, മമ്മൂട്ടി പോകുന്ന വാഹനത്തിന്റെ പുറകെ ഒരു ഫാൻസുകാരൻ പോയപ്പോ അവന് മമ്മൂട്ടിയെ കാണാനിട്ടവാ തൊടാൻ വല്ലാത്ത കൊതിയാ. വാഹനം നിർത്തിയിട്ട് തന്നെ ഒന്ന് തൊടാൻ വരുന്നവന് മമ്മൂട്ടി വലത് കൈ കൊണ്ട് അടിച്ചോടിച്ചെങ്കിൽ പൊന്നുമോനെ മമ്മൂട്ടിക്ക് വേണ്ടി സിംബാവാദ് വിളിക്കുന്നവനെ ദുനിയാവിലൊന്ന് തൊടാൻ പോയപ്പോ മമ്മൂട്ടി കരണത്തടിച്ചെങ്കിൽ സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുന്ന മോഹൻലാലിന്റെ കയ്യിൽ തൊടാൻ പോയ ഫാൻസുകാരനെ മോഹൻലാൽ വലിച്ചു തൂക്കിയെറിഞ്ഞെങ്കിൽ ഈ ഭൗതിക ദൈവങ്ങൾ നിന്നെ വലിച്ചെറിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്ത് നീ ജീവിതത്തിൽ ഹയാത്താക്കിയോ? ആരാരുമില്ലാത്ത പരലോകത്ത് നീ ഇങ്ങനെ നിൽക്കുമ്പോ ആ സമയത്ത് അശ്ശഫാഅത ഹബിലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇനല്ലാഹയാ സയ്യിദി ഖൈറൻ നബി. ആ സമയത്ത് തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഏത് സമയത്ത് വന്നാലും കൗസറിന്റെ ഓരത്ത് ഞാൻ ഉണ്ടാകുമെന്ന്, ഏത് സമയത്തും നമ്മളെ കാത്തുനിൽക്കുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൂടെയോ? അല്ലാഹുവിന്റെ റസൂലിനെ ആദരിച്ചുകൂടെയോ? ഉഖ്ബാ തെരീ ഗലീമേ യൗഖറാ തെരീ ഗലീമേ, മദീനയുടെ നായകനെ, ആഖിറത്തിന്റെ പിടിവള്ളിയെ, ശഫാഅത്തിന്റെ നായകനെ, വസീലയുടെ ഉടമസ്ഥനെ, ആമിനയുടെ മുത്തുമോനെ, ഫാത്തിമയുടെ പ്രിയപ്പെട്ട ഉപ്പയെ, ലോകത്തിന്റെ തിരുദൂതരെ, ഉജാല ജിസ്കാ ദോദഹാ മേ വോ മേരി ആഖാ की रोशनी है, उनकी कदमों की बरकतों से ये जिंदगी आज जिंदगी है. എന്റെ പ്രവാചകനില്ലായിരുന്നെങ്കിൽ ഈ ജീവിതം ഒരു ജീവിതമാകുമായിരുന്നുവോ? മദീനയില്ലാത്ത ലോകം എന്ത് ലോകമാണ്? പാരീസിനെന്ത് സൗന്ദര്യം, വെനീസിനെന്ത് സൗന്ദര്യം, ലോസ് ആഞ്ചലസിനെന്ത് മാടകത്വം. ഈ ലോകത്തിന്റെ സൗന്ദര്യം മദീനയാണ്, പച്ചക്കുപ്പയാണ്. പച്ചക്കുപ്പയില്ലാത്ത ലോകത്തിനെന്ത് ശോഭ, പച്ചക്കുപ്പയില്ലാത്ത ലോകത്തിനെന്ത് സൗന്ദര്യം. ഈ അഖില ലോക ബ്രഹ്മാണ്ഡ ഘടാകത്തിന്റെ സൗന്ദര്യം പച്ചക്കുപ്പയുടെ കീഴിൽ കിടക്കുന്ന എന്റെ മുത്താണ്, എന്റെ ഹബീബാണ്, എന്റെ റസൂലാണ്, എന്റെ ജീവിതത്തിന്റെ അകമ്പൊരുളാണ്, എന്റെ ആദർശത്തിന്റെ സത്താണ്. ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് ജീവിതത്തിൽ പകത്ത് ചെറുപ്പക്കാരാ, 4 കാര്യങ്ങൾ കൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു നിന്നെ ബഹുമാനിക്കുമെന്ന് മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ആ 4 കാര്യങ്ങൾ ജീവിതത്തിൽ പറയുമ്പോ ഈ വിഷയം സലാത്തോടെ അവസാനിക്കുകയാണ്. ഒന്നാമത്തോടെ ഇടന്നറിയോ? അത് ആർക്കും പണം കൊടുത്താൽ കിട്ടില്ല, 1000 വാരി എറിഞ്ഞാൽ കിട്ടില്ല, ഒരു അധികാരത്തിന് നൽകാൻ കഴിയില്ല. അൽ മഹബ്ബത്ത് ഫീ ഖുലൂബിൽ ബററ. ഒരു സുന്നത്ത് ജീവിതത്തിൽ ചെയ്താൽ ഒന്നാമത്തെ അനുഗ്രഹം അൽ മഹബ്ബത്ത് ഫീ ഖുലൂബിൽ ബററ. എല്ലാവരുടെയും മനസ്സിൽ നിന്നോട് വല്ലാത്ത സ്നേഹമായിരിക്കും. നീ ഒരു സുന്നിയാണോ? ഹബീബായ മുത്തിന്റെ സുന്നത്തുള്ളവനാണോ? ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും നല്ല മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നോട് വല്ലാത്ത സ്നേഹമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഭാഗ്യം തരട്ടെ.
ഒന്നാമത്തെ കാര്യം അൽ മഹബ്ബത്ത് ഫീ ഖുലൂബിൽ ബററ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എഴുന്നേറ്റാലുടനെ താൻ താമസിക്കുന്ന തന്റെ വീട് ചൂലുകൊണ്ട് വൃത്തിയാക്കാറുണ്ടായിരുന്നു. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇനി ഒന്നുകൂടി പൊക്ക്. നാളെ രാവിലെ ചൂലെടുത്തിട്ട് വീടടിക്കണവരൊക്കെ ഒന്ന് പൊക്കി. ഇവരോട് ഞാൻ ചോദിക്കും പെണ്ണുങ്ങളോട്. തീർന്നു സംഭവം, തീർന്നു. മദീനയിലെ ജലക്ഷാമം ഉണ്ടാകുമ്പോ വകാന റജുലും യബ്ലുഗുൽ മാഅ മിൻ അക്സൽ മദീന, മദീനയുടെ അങ്ങേ മലഞ്ചെരുവിൽ നിന്ന് തോളത്ത് കുടത്തിൽ വെള്ളം കോരിക്കൊണ്ടുവരുന്ന പുരുഷന്മാരുടെ കൂട്ടത്തിൽ എന്റെ ഹബീബായ നബി ഉണ്ടായിരുന്നെന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ. ജലക്ഷാമം ഉണ്ടാകുമ്പോൾ വെള്ളം കോരിക്കൊടുത്ത ഭർത്താവ്. ഇത് സുന്നത്ത. ഇത് വലിയ വള്ളൊക്കെ കേട്ട് ഇതും സുന്നത്താണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ വഅദ് പറയുകയാണ്. ഇനി ഒരു സുന്നത്ത് പറഞ്ഞു തരാം. ഹബീബായ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ വഅദ് പറയുകയാണ്. ആ സമയത്ത് പറഞ്ഞ് ആരെങ്കിലും അവന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ, സ്നേഹത്തോടെ ഒരു പിടി വെള്ളം തന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഭർത്താവ് ഒഴിച്ചു കൊടുത്താൽ, നാളെ അവന് സ്വർഗത്തിലെ വെള്ളം ഞാൻ കുടിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹദീസ് കേൾക്കേണ്ട താമസം സൗബാൻ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് ഓടുകയാ. ഓടിച്ചെന്ന് അടുക്കളയിൽ ജോലി നിൽക്കുന്ന ഭാര്യയോട് പറഞ്ഞ് ഇങ്ങോട്ട് വാ, അടുക്കളയിൽ ജോലിയുണ്ട്, ജോലി നിർത്തിയിട്ട് എന്റെ കൂടെ വാ. കയ്യിൽ പിടിച്ചു വലിച്ച് വീടിന്റെ മുറ്റത്തുള്ള കിണറിന്റെ മുമ്പിലെത്തി തൊട്ടി താഴേക്ക് ഇട്ടിട്ട് വെള്ളം കോരി ഭാര്യയോട് പറഞ്ഞു വായ തുറക്ക്. വായ തുറന്ന ഭാര്യയുടെ വായിലേക്ക് ഒരു കവിള് വെള്ളമെടുത്തിട്ട് ഒഴിച്ചു കൊടുത്ത് സൗബാൻ റളിയല്ലാഹു അൻഹു. അത്ഭുതത്തോടെ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്താണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ വഅദ് കേൾക്കാൻ പോയടാ. പാതി സമയത്ത് ഇറങ്ങി വന്നിട്ട് അടുക്കളയിൽ ഇരുന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോയി കിണറിന്റെ ചാരത്ത് നിർത്തിയിട്ട് എന്റെ വായിൽ വെള്ളമടിച്ച് തരുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ, ഞാനിത് ചെയ്തത് എന്തിനെന്നറിയോ? തസ്ദീഖം ബിഖൗലി റസൂലില്ലാഹ്. എന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് അതേപടി ജീവിതത്തിൽ പകർത്താനാ. നീ കെട്ടിക്കൊണ്ടുവന്ന, നീ മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന ഒരു പിതാവിന്റെ കൈ പിടിച്ചിട്ട് ഞാൻ ഇവളെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് നീ വിവാഹം ചെയ്തു കൊണ്ടുവന്ന ഭാര്യയുടെ വായില് ഒരു തുള്ളി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കൽ പോലും സുന്നത്താണെന്ന് ലോകത്തോട് പഠിപ്പിച്ചു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ സുന്നത്ത് മനസ്സിലായ? ഭാര്യയ്ക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിന് ഹൗദുൽ കൗസറിന്റെ വെള്ളം കിട്ടും. എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? പോയിട്ട് ചെയ്യും. പത്തിരി വെള്ളം എടുത്തിട്ട് ചക്കരെ കുടിയെന്ന് പറഞ്ഞിട്ട് കൊട. ഇത് കൊടുക്കണതിന് കുഴപ്പമില്ല. ഈ ഭർത്താവിന്റെ ഉമ്മ കണ്ട പെറ്റു 3 എണ്ണം, അവൻ ഇപ്പോഴാണ് അവളുടെ ഒരു പ്രേമം. ഈ തള്ളയ്ക്ക് ആ സമയത്ത് എന്താ കാര്യം? അവരുടെ ഇതൊക്കെ കഴിഞ്ഞല്ലേ, അവർ മാറി ഒരു മൂലയിൽ പോയിരുന്നോണം. ഈ തള്ളയാണെങ്കിൽ അമ്മായിയമ്മയാണെങ്കിൽ ചില സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഭാര്യ ഭർത്താക്കന്മാര് സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല. അവളവനും കൂടെ ഒരു കൂടി. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു സുന്നത്താണ്. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ വിശദീകരിക്കാൻ സമയമില്ല. ഈ ഒരു സുന്നത്ത് ഇതൊക്കെ ചെയ്താൽ ഉസ്താദെ എന്താ കിട്ടുക? അത് വെള്ളം കുടിപ്പിക്കല് മാത്രമല്ല, വീടൊന്ന് അടിച്ചു തളിക്കല് മാത്രമല്ല, ഒരൽപ്പം വെള്ളം കോരി കൊടുക്കലല്ല, ഭാര്യമാരെ സഹായിക്കുക. ആ വിഷയത്തിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, എന്റെ ഭാര്യ സദസ്സിലുള്ളത് കൊണ്ട്. ഞാൻ ഇതൊക്കെ വാദം പറയുമ്പോ പെണ്ണുങ്ങൾ വിചാരിക്കും, അല്ലാഹുവേ വാക്കവി ഉസ്താദിന്റെ ഭാര്യ എന്തോ ഒരു ഭാഗ്യവതിയാ. മോളോട് ചോദിച്ചാൽ കഥ അറിയാവും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇതൊക്കെ ചെയ്താല് എന്താ കിട്ടുക? വളരെ നിസ്സാര കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. 4 രീതിയിലുള്ള ബഹുമാനം നമുക്ക് ദുനിയാവിൽ കിട്ടും. ഒന്ന്, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള സ്നേഹം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
കാരണം എന്താ? ഈ സുന്നത്ത് നിർവഹിച്ചാൽ മറ്റുള്ളവരുടെ ഹൃദയത്തിന് നമ്മളോട് വല്ലാത്ത സ്നേഹമാ. നമ്മൾ മരിച്ചാൽ അവർ ഓടി കാണാനെത്തും. ആ സ്നേഹം വരുമ്പോ നമ്മളെങ്ങാനും മരിച്ചെന്ന് കേട്ടാൽ പൊട്ടിക്കരഞ്ഞു പോകും ജനങ്ങൾ മുഴുവനും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ സുന്നത്ത് പകർത്തുന്ന മനുഷ്യന് എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനുണ്ടായിരുന്നു. പൂന്തറ ഹിദായത്തുൽ ഇസ്ലാം അറബി കോളേജിന്റെ സ്ഥാനപതി എന്റെ പ്രിയപ്പെട്ട കോയ ഉസ്താദിന് അല്ലാഹു മർക്കദാ, അല്ലാഹു ആഖിറം വിശാലമാക്കി കൊടുക്കട്ടെ, ആഖിറം വിശാലമാക്കി കൊടുക്കട്ടെ. ആലുവയിലെ തോട്ടക്കാട്ടുകര വസതിയിൽ മരിച്ചു കിടക്കുമ്പോ ആ നാട്ടിലെ പള്ളി പ്രസിഡന്റ് പറയുകയാണ്, കോയാ ഉസ്താദ് മരിച്ച വാർത്ത കേട്ട് ഞാൻ ഓടിച്ചെന്നു. ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് മരിക്കാൻ കൊതി തോന്നിപ്പോയെന്ന്. ജീവിച്ചിരിക്കുന്ന ആള് പറയുകയാണ്, ഇത് സഹാബത്തിന്റെ കടയല്ല. ഇന്നലെ വരെ ഈ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ്. മരിച്ചു വീടിന്റെ ഉമ്മറപ്പടിയിൽ ആലുവ തോട്ടക്കാട്ടുകര വീട്ടിൽ കിടക്കുമ്പോ ഉസ്താദ് താമസിച്ച നാട്ടിലെ മഹലിന്റെ പ്രസിഡന്റാണ് പറയുന്നത്, കോയാ ഉസ്താദ് മരിച്ചെന്നറിഞ്ഞു പോകുമ്പോ ആ മനുഷ്യന്റെ മുഖം കണ്ടപ്പോ അപ്പൊ തന്നെ മരിക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഉസ്താദ് സുന്നത്തിന് പ്രാമുഖ്യം കൊടുത്ത ആളാണ്. വെള്ള വസ്ത്രം ധരിച്ചിട്ടല്ലാതെ ഉസ്താദിനെ ഇന്ന് എവരെ ഞങ്ങള് ജീവിതത്തിൽ കണ്ടിട്ടില്ല. തലപ്പാവ് തലയിൽ നിന്ന് അടിച്ചിട്ടില്ല. ഒരാളോട് സൗമ്യതയിലല്ലാതെ വർത്തമാനം ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. സുന്നത്തുണ്ട്. ഞാൻ നിങ്ങൾ മരിച്ചു കിടക്കുമ്പോ പറയുകയാണ്, ജീവിച്ചിരിക്കുന്ന ആൾ മുഖം കണ്ടിട്ട് എനിക്ക് മരിക്കാൻ തോന്നിപ്പോയി. അല്ലാഹു മഹാഭാഗ്യം നൽകട്ടെ. പറ, അല്ലാഹു മഹാഭാഗ്യം നൽകട്ടെ. അല്ലാഹു ആ മഹാഭാഗ്യം നൽകട്ടെ. മൂന്നെണ്ണവും കൂടെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാകും. എന്നിട്ട് സ്വലാത്ത് ചൊല്ലി നമുക്ക് പിരിയാം. സഹോദരങ്ങളെ, ഇതാണ് ജീവിതം, ഇതാണ് ജീവിതം. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തത് അത്ഭുതമല്ലേ. ഈ ദുനിയാവിൽ കിട്ടേണ്ട ഏറ്റവും വലിയ മഹാഭാഗ്യമേടാ. മറ്റുള്ള ഹൃദയത്തിന് നമുക്കൊരു സ്ഥാനമുണ്ടാവണം. നാളെ നമ്മൾ മരിച്ചിട്ട് വീട്ടിൽ കിടക്കുമ്പോ പള്ളിയുടെ മുമ്പ് 10,000 ആളുകൾ മയ്യത്ത് നിസ്കരിക്കാൻ ഒരുമിച്ച് കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു കാര്യം, പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുക, വഅ്ള് വെക്കുക. ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, ഇരിക്കുന്ന ഷെരീഫിന്റെ ഉപ്പ കാരാളുകോണം പള്ളിയുടെ സെക്രട്ടറി, അദ്ദേഹം മരിച്ചു. മയ്യത്ത് നിസ്കരിച്ച ഒരാൾക്ക് പോലും അദ്ദേഹത്തെ കുറിച്ച് എതിരൊന്നും പറയാനില്ല. കുട്ടികളോട് വാത്സല്യം, മക്കളോട് വാത്സല്യം, പള്ളിക്ക് വേണ്ടിയുള്ള ഖിദ്മത്ത്. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോ കബറടക്കിയപ്പോ കൂടി നിന്ന ആളുകൾക്ക് ആ മനുഷ്യനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. അള്ളാഹു അതിനെ നിലനിർത്തി കൊടുക്കട്ടെ. ഇങ്ങനെ ഒരാളായി മാറാൻ എന്തിനീ മത്സരം, എന്തിനീ മത്സരം, എന്തിനീ വൈരാഗ്യം? ഒരു ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം, അതിന് നമ്മൾ സുന്നത്തുണ്ടാവണം. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമുക്ക്, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമ്മൾ വലിയവനാകണം. എടേ, എന്റെ മുമ്പിൽ ഞാൻ ആരാ? ഞാൻ വലിയ മഹാൻ ആരെടുക്കല്? ഇന്നലെ ആളുകളൊക്കെ പറഞ്ഞു 5 മിനിറ്റ് കൊണ്ട് മഴ മേപ്പോട്ട് പോയി. വേറെ വരെയാണ് ഞാൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആയാലും. അതിപ്പോ എനിക്കെന്താ പറയാൻ പാടില്ലാത്ത? ഞാൻ തന്നെ പറയാ, ഞാൻ ഇത്രയും വലിയ മഹാനാകുന്നു ഞാൻ തന്നെ കരുതിയിരുന്നില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇത്രയും വലിയ മഹാനാകുന്നു ഞാൻ തന്നെ കരുതിയില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അടുത്തേക്കുന്ന ആൾ എന്ത് ചെയ്യണം? പറയണം. ആ രീതിയിൽ ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു സ്ഥാനമുണ്ടാവും. ആ സ്ഥാനമുണ്ടാകുമ്പോഴാണ് ആ മനുഷ്യൻ, ഹനീഫ ഹജി എന്ന് പറഞ്ഞ മനുഷ്യൻ മരിച്ചു. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ, അദ്ദേഹം പള്ളിക്ക് ഖിദ്മത്ത് ചെയ്ത ആളാ. മോനെ, ഇത് ചാനൽ സൗണ്ട്സിന്റെ റിയാസൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന് എന്തിനാ വഅ്ള് വെക്കുന്നത്? ചിലര് പരിഹസിക്കും. മോനെ, നാളെ ഇവൻ മരിച്ചാൽ ഈ പുൽക്കൊടി പോലും അവന് വേണ്ടി തസ്ബീഹ് ചെയ്യും. നാളെ പറയും അവൻ എത്രയോ നല്ലവനായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ദിവസമുണ്ട്. ആ ദിവസം വരുന്നതിന് മുമ്പ് എല്ലാ വർത്തമാനങ്ങളും വിശേഷങ്ങളും മേൽവിലാസങ്ങളും എല്ലാ പേരും പെരുമയും പ്രശസ്തിയും പ്രൗഢിയും പാരമ്പര്യവും തറവാടിത്വവും എല്ലാ ഗർവം അവസാനിക്കും. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ,
അവർക്കുള്ള ഹാരറിയാത്തതത്ഭുതമല്ലേ. ഇന്ന് എന്നെ കുറിച്ച് അറിയണമെങ്കിൽ ഒരു ഡേറ്റ് ചോദിക്കണം എന്നോടോ നൗഷാദ് ബാക്കവിയോടോ, ഒരു ഡേറ്റ് ചോദിക്കണം ഉസ്താദിനെ കുറിച്ച് അറിയണം. എന്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ചിലപ്പോ എന്റെ ഡ്രൈവർ അനസ് ഫോൺ എടുക്കും, അല്ലെങ്കിൽ അബു എടുക്കും, അല്ലെങ്കിൽ അൻസിലെടുക്കും. ഉസ്താദ് എവിടെയെന്ന് ചോദിച്ചാൽ പറയും ഒന്നുകിൽ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ പള്ളിയിലുണ്ട്, അല്ലെങ്കിൽ ഒറ്റപ്പാലത്തുണ്ടിന്റെ സമയത്ത് വന്നാൽ കാണാം. ഏത് സമയത്ത് ഞാൻ എവിടെയാ, എന്റെ അവസ്ഥ എന്താണെന്നറിയണമെങ്കിൽ അവരോട് വിളിച്ചു ചോദിച്ചാൽ മതി. എന്റെ കുട്ടികൾ ഇതിന്റെ കൃത്യമായ മറുപടി പറയും. പക്ഷേ നാളെ എന്നെ കൊണ്ടുപോയി കാരാളികോണത്തെ പള്ളിയുടെ കബറിനുള്ളിലാക്കി എന്റെ വീട്ടിൽ എന്നെ കാണാൻ വരുന്നവരോട് ഭാര്യ ചിലപ്പോ പറയും, ഉസ്താദ് ഇവിടെയില്ല, വാതിന് പോയിരിക്കുക. വ്യാഴാഴ്ചവരും, അവൾക്കും പറയാൻ വിശേഷങ്ങൾ അറിയാം. പക്ഷെ അതിന്റെ തൊട്ടടുത്തുള്ള പള്ളിക്കാട്ടിൽ എന്നെ അടക്കി. ഞാൻ ആരടി മണ്ണിനുള്ളിലാ. ആദ്യത്തെ ദിവസം ഞാൻ മരിച്ചതറിയാതെ ഒരാള് ഫോണിൽ വിളിച്ചിട്ട് എന്റെ ഡ്രൈവർമാരോട് ഉസ്താദ് എവിടെയെന്ന് ചോദിച്ചാ അവര് ജീവിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള പള്ളിക്കാട്ടിന്റെ ഉള്ളിൽ ഞാൻ കിടക്കുന്നുണ്ട്. എന്റെ ഡ്രൈവർമാര് നിൽക്കുന്ന എന്റെ വീടിന്റെ തൊട്ടുപുറകിൽ പള്ളിക്കാടാ. എന്റെ ഭാര്യ എവിടെയുണ്ട്, എന്റെ മക്കൾ എവിടെയുണ്ട്, തൊട്ടടുത്ത പള്ളിക്കാട്ടിന്റെ ഉള്ളിൽ ഞാൻ കിടക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഭർത്താവിന്റെ അവസ്ഥ പറയാൻ ഉസ്താദ് ഇന്നടുത്താണ്, കബറിന്റെ ഉള്ളിൽ ഈ അവസ്ഥയിലാന്ന് പറയാൻ ആ കുട്ടികൾക്ക് പിന്നെ കടിയില്ലല്ലോ. കാരണം എന്താ, ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ. അവർക്കുള്ള ഹാലറിയാത്ത അതത്ഭുതമല്ലേ. സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ. പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാതിരാ സമയത്ത് വാഹനം ഓടിക്കുമ്പോ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പാതിരാത്തിൽ എന്റെ ഡ്രൈവർമാര് വാഹനം ഓടിക്കാറുണ്ട്. കാരണം എന്താ, ഇന്ന് അങ്ങകല മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ നിന്ന് എന്നെ കാണാൻ ഇന്നൊരു ഫാമിലി എന്റെ വീട്ടിലെത്തി. അവരുടെ ഒരു മകനുണ്ട്, 9 വയസ്സേ പ്രായമുള്ളൂ. ആ പൊന്നുമോൻ എപ്പോഴും കാസറ്റ് കേൾക്കുന്ന പൊന്നുമോനാ. അവൻ എന്റെ ഡ്രൈവർ അനസിന്റെ അടുക്കൽ ചെന്നിട്ട് ആരും അറിയാതെ പറഞ്ഞു, രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോ സൂക്ഷിച്ചോടിക്കണേ, ഉറങ്ങല്ലേ, ഉസ്താദിനൊരു അപകടവും വരാതെ നോക്കണേ. ഞാനിതിപ്പോ പറയാൻ കാരണം എന്റെ മകനല്ല, മലപ്പുറം ജില്ലയിലെ കരുവാരക്കൊണ്ടുള്ള 9 വയസ്സുകാരൻ എന്നോടല്ല, ആരുമില്ലാതെ എന്റെ ഡ്രൈവറിനോട് പറഞ്ഞതാണ്, ഉറക്കമളച്ചാട് ഉറങ്ങാതെ വണ്ടി ഓടിക്കണേ, ഉസ്താദിനൊരു അപകടവും വരുത്തല്ലേ. 9 വയസ്സുള്ള പൊന്നുമോ പറയുമ്പോ ആ സ്നേഹിച്ചവരൊക്കെ എന്റെ മുമ്പിൽ സ്നേഹിച്ചവരാ. നാളെ ഞാൻ മരിച്ചാൽ പിടിമണ്ണ് വാരിയെറിയുന്നത് അവരാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, ഈ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ മറ്റുള്ളവരുടെ ഹൃദയത്തിനൊരു സ്ഥാനം കിട്ടിയ മയ്യത്ത് നിസ്കരിക്കാൻ പാഞ്ഞു വരില്ലേ. സന്തൂക്ക് കെട്ടിലിന്റെ പുറകിൽ ആളുണ്ടാവില്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ആയിരക്കണക്കിന് വിശ്വാസികൾ ഉണ്ടാവില്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ 10-18 വർഷം പറഞ്ഞിട്ട് അഹമ്മദ് കബീറിന് കിട്ടിയതെന്താ? കിട്ടിയതിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ധാരാളം കിട്ടിയിട്ടുണ്ട്. നാളെ മരിച്ചെന്ന് കേട്ടാൽ മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങളിൽ ഒരാൾ വരുമല്ലോ, 1000 കൂടുമല്ലോ. അതിനെന്ത് ചെയ്യണം? ജീവിതത്തിൽ പരമാവധി സൽക്രമങ്ങൾ ചെയ്യണം. നാളെ മരിച്ചാലും ഒടുങ്ങാത്ത സൽക്രമങ്ങൾ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, യതീംഖാനക്ക് വേണ്ടി, ഹിഫ്ള് കോളേജിന് വേണ്ടി പരമാവധി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യണം. അടുത്ത 3 കാര്യം കൂടി പറയുന്നതിന് മുമ്പ് എന്റെ സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ. കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള പള്ളിക്കോലാകളിൽ തലയിൽ കിടക്കുന്ന തലപ്പാവടിച്ചിട്ട് പള്ളിയുടെ മുറ്റത്ത് വിരിച്ചിട്ട് അതിൽ വീണ് കിടക്കുന്ന ചില്ലറ നാണയത്തൊട്ടുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി മദ്രസ തുടങ്ങിയ ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. ആരാട് സമസ്തക്ക് വേണ്ടി കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ തലപ്പാവരിച്ചിട്ട് പള്ളിയുടെ മുമ്പിൽ വിരിച്ചിട്ടിട്ട് നാണയത്തൊട്ടുകൊണ്ട് മദ്രസ പണിത ആളാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. ആ മനുഷ്യൻ ഇന്ന് മണ്ണിന്റെ അടിയിലോ. കേരളത്തിലുള്ള സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഒരു ദിവസം 10 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്.
മദ്രസ വിടാ നേരത്ത് 10 ലക്ഷം വിദ്യാർത്ഥികൾ ഒരു ദിവസം 3 സലാത്ത് ചൊല്ലിയ 30 ലക്ഷം സലാത്തായില്ലേ? ഒരു ദിവസം 30 ലക്ഷം സലാത്ത് ഖബറിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് കിടക്കുന്നുണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. കരിനാഗപ്പള്ളി താജ്മഹലിന്റെ ആകൃതിയുള്ള പള്ളിയുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് മോനെ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ. ആരാട്? ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി മദ്രസ പണിയാൻ വേണ്ടി പാടുപെട്ട മനുഷ്യൻ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ചിട്ട് ഉസ്താദ് 5 മിനിറ്റ് കൊണ്ട് മടമാറിയ സദസ്സാ. ഈ സമയത്ത് ഒരു ചെറിയ മടത്തുള്ളി വീണാൽ അത് കബൂലിയത്തിന്റെ അടയാളമാ ഉസ്താദേ. 6666 രൂപ വിശുദ്ധ ഖുർആനിലെ ആയത്തിന് തുല്യമായി ഈ സദസ്സിലേക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാ. 34,789 ആളുകൾ ഇൻഷാ അല്ലാഹ് 34,790 ആളാ പറയുന്നുണ്ട്. ക്യാൻസർ മാറിയിട്ടുണ്ട്. 30 വർഷമായി കുട്ടികളില്ലാത്തവർക്ക് നൽകിയിട്ടുണ്ട്. ഈ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ ഇൽമിന്റെ സദസ്സിലേക്ക് പറയ അൽഹംദുലില്ലാഹ് ഇപ്പൊ എനിക്കത് കൊടുക്കാൻ കഴിവുണ്ട് റബ്ബേ. ഞാൻ ഈ സദസ്സിൽ പറയുകയാ ഒരു ദുആയുടെ ഇജാബത്തിന് വേണ്ടി എന്റെ മക്കൾക്ക് വേണ്ടി ഉസ്താദ് 6666 ആയത്തുകൾ കാണാതെ പഠിച്ച ഹാഫിളാവണം. 40 പേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്റെ പൊന്നുമോഹം കൊണ്ടുപോകണം, എന്റെ പൊന്നുമോള് കൊണ്ടുപോകണം. എന്റെ കടം മാറണം, എന്റെ രോഗം മാറണം. ഏത് പ്രയാസമാണെങ്കിലും ഇൻഷാ അല്ലാഹ് അല്ലാഹു മാറ്റിത്തരട്ടെ. 6666 രൂപ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. കഴിവുള്ള സഹോദരങ്ങൾ 34,789 പേര് ഇതേവരെ ഇതേപോലെയുള്ള സദസ്സുകളിൽ കൈപൊക്കി പറഞ്ഞിട്ടുണ്ട്. എല്ലാ സദസ്സിലും ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ അവരാരാണെങ്കിലും അവരെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ നിന്നൊരു സഹോദരൻ ആദ്യം എഴുന്നേറ്റിട്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലേക്ക് ഉസ്താദ് അതിൽ 790 ആളായി റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ചാനൽ സൗണ്ട്സിന്റെ റിയാസ് 6666 രൂപ റബ്ബേ സ്വീകരിക്കണേ അല്ലാഹ്. ലോകത്ത് ഓരോ രാത്രിയിലും 10,000 ആമീൻ പറയുമ്പോ ആ ചെറുപ്പക്കാരനെ ആഗ്രഹം കൊണ്ട് പറഞ്ഞു കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്, സൽസ്വഭാവികളാക്കണേ അല്ലാഹ്. ഉപ്പാക്കും ഉമ്മാക്കും ഖൈറായ സൽസ്വഭാവികളായ മക്കളാക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ലാഹ്. റബ്ബേ കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്.